നമസ്കാരം. ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിലേക്കും ഇറാൻ്റെ ആണവ പദ്ധതികൾക്ക് മേലുള്ള അമേരിക്കയുടെ കർശന നിയന്ത്രണങ്ങളിലേക്കുമാണ്. ഇറാൻ ഒരിക്കലും ഒരു ആണവായുധം നിർമ്മിക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ ചരിത്രത്തിലെ മറ്റൊരു വലിയ വൈരുദ്ധ്യം ചർച്ചയാവുകയാണ്. ഇറാൻ്റെ ആണവ മോഹങ്ങളെ നഖശിഖാന്തം എതിർക്കുന്ന ഇതേ അമേരിക്ക ഇറാൻ്റെ അയൽരാജ്യമായ പാകിസ്ഥാൻ രഹസ്യമായി ആണവായുധം നിർമ്മിച്ചപ്പോൾ എന്തുകൊണ്ട് കണ്ണടച്ചു? മുസ്ലിം രാജ്യങ്ങളിൽ ഏക ആണവ ശക്തിയായി പാകിസ്ഥാൻ മാറിയതിന് പിന്നിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്കുമപ്പുറം വലിയൊരു ആഗോള ചതിയുടെയും തന്ത്രപരമായ മൗനത്തിൻ്റെയും കഥയുണ്ട്. ശീതയുദ്ധകാലത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളും അബ്ദുൽ ഖാദർ ഖാൻ എന്ന ശാസ്ത്രജ്ഞൻ്റെ ചോർത്തപ്പെട്ട രഹസ്യങ്ങളുമാണ് പാകിസ്ഥാനെ ഈ പദവിയിലെത്തിക്കുന്നത്. 1974 ഇന്ത്യ നടത്തിയ പൊഖ്രാൻ ആണവ പരീക്ഷണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമായിരുന്നു. 71 യുദ്ധത്തിൽ നേരിട്ട പരാജയവും ബംഗ്ലാദേശിൻ്റെ രൂപീകരണവും നൽകിയ മുറിവുകൾ ഉണങ്ങുന്നതിന് മുൻപാണ് ഇന്ത്യ ആണവശക്തിയാകുന്നത്. ഞങ്ങൾ പുല്ല് തിന്നേണ്ടി വന്നാലും പട്ടിണി കിടന്നാലും സ്വന്തമായി ഒരെണ്ണം നിർമ്മിക്കുമെന്ന അന്നത്തെ പാക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുടെ പ്രഖ്യാപനം പാകിസ്ഥാൻ്റെ മുറവിളിയായിരുന്നു. പ്രോജക്റ്റ് 706 എന്ന രഹസ്യനാമത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ ആണവ ദൗത്യത്തിന് തുടക്കം കുറിക്കുന്നു. ഈ ദൗത്യത്തിന് ചുക്കാൻ പിടിക്കുവാൻ നെതർലാൻഡ്സിൽ നിന്നും മടങ്ങിയെത്തിയ അബ്ദുൽ ഖാദർ ഖാൻ എന്ന AQ ഖാൻ ആണ് പിന്നീട് പാകിസ്ഥാൻ്റെ ആണവ പിതാവായും ലോകത്തിന് മുന്നിൽ ഒരു വില്ലനായും മാറിയത്. യൂറോപ്പിലെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമായ യുറൻകോയിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് ഖാൻ അത്യന്തം രഹസ്യമായ സെൻട്രിഫ്യൂജ് ഡിസൈനുകളും വിതരണക്കാരുടെ പട്ടികയും മോഷ്ടിച്ചത് എന്നാണ് ഡച്ച് അന്വേഷണ ഏജൻസികൾ പിന്നീട് കണ്ടെത്തുന്നത്. 75 പാകിസ്ഥാനിലേക്ക് മടങ്ങിയ ഇയാൾ ഇസ്ലാമാബാദിനടുത്തുള്ള കഹൂദയിൽ ആണവ പരീക്ഷണശാല സ്ഥാപിക്കുന്നു. ആവശ്യമായ സാങ്കേതിക വിദ്യകൾ പാകിസ്ഥാനിൽ ഇല്ലാതിരുന്നിട്ടും മിഡിൽ ഈസ്റ്റിലെയും ഏഷ്യയിലെയും ഇടനിലക്കാർ വഴി ഡ്യുവൽ യൂസ്, അതായത് സാധാരണ വ്യവസായങ്ങൾക്കും ആണവ പരീക്ഷണങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങൾ പാകിസ്ഥാൻ ലോകമെമ്പാടുമുള്ള കരിഞ്ചന്തകളിൽ നിന്ന് വാരിക്കൂട്ടി. ഈ നീക്കങ്ങളെല്ലാം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അറിഞ്ഞിരുന്നുവെന്നത് പിൽക്കാലത്ത് പുറത്തു വന്ന രേഖകളിൽ വ്യക്തമാണ്. എന്നിട്ടും അമേരിക്ക പാകിസ്ഥാനെ തടഞ്ഞില്ല എന്നതിലാണ് ശീതയുദ്ധകാലത്തെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്. 79 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചതോടെ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ ഒഴിച്ചുകൂടാനാവാത്ത പങ്കാളിയായി മാറി. കമ്മ്യൂണിസത്തെ പ്രതിരോധിക്കുവാൻ മുജാഹിദീൻ തീവ്രവാദികളെ സഹായിക്കുന്നതിന് പാകിസ്ഥാനെ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റായി അമേരിക്കയ്ക്ക് ആവശ്യമായിരുന്നു. പാകിസ്ഥാൻ്റെ ആണവ പരീക്ഷണങ്ങൾ തടഞ്ഞാൽ അവർ ഈ സൈനിക സഹായത്തിൽ നിന്ന് പിന്മാറുമോ എന്ന ഭയം അമേരിക്കയെ തടഞ്ഞു. ആണവ വ്യാപനം തടയണോ അതോ സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കണോ എന്ന പ്രതിസന്ധിയിൽ അമേരിക്ക തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ വഴിയായിരുന്നു. റൊണാൾഡ് റീഗൻ്റെ കാലത്ത് പാകിസ്ഥാനിലേക്ക് കോടിക്കണക്കിന് ഡോളറിൻ്റെ സഹായമാണ് ഒഴുക്കിവിട്ടത്. ഈ യാത്രയിൽ പാകിസ്ഥാന് ലഭിച്ച മറ്റൊരു വലിയ സഹായം ചൈനയിൽ നിന്നായിരുന്നു. ഇന്ത്യയെ ഒരു തന്ത്രപരമായ എതിരാളിയായി കണ്ടിരുന്ന ചൈന ഇന്ത്യയുടെ ആണവക്കരുത്തിനെ പ്രതിരോധിക്കുവാൻ പാകിസ്ഥാനെ സഹായിച്ചു. സാങ്കേതിക വിദ്യയും രൂപരേഖകളും ചൈന കൈമാറിയതായാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയ ശേഷം 1990 മാത്രമാണ് അമേരിക്ക പാകിസ്ഥാന് മേൽ ഉപരോധം ഏർപ്പെടുത്തിയത്. എന്നാൽ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. 98 ഇന്ത്യ പൊഖ്രാനിൽ വീണ്ടും പരീക്ഷണം നടത്തിയപ്പോൾ തൊട്ടുപിന്നാലെ ചാഗായ് മലനിരകളിൽ ആണവ സ്ഫോടനം നടത്തി പാകിസ്ഥാൻ. പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. AQ ഖാൻ തൻ്റെ ആണവ സാങ്കേതിക വിദ്യ ഇറാൻ, ലിബിയ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് കരിഞ്ചന്ത വഴി വിറ്റുവെന്ന് IAEA കണ്ടെത്തി. 2003 ഈ കരിഞ്ചന്ത ശൃംഖല തകർക്കപ്പെട്ടപ്പോൾ ഖാൻ പരസ്യമായി കുറ്റസമ്മതം നടത്തിയെങ്കിലും പാകിസ്ഥാൻ അയാൾക്ക് മാപ്പ് നൽകുകയാണ് ചെയ്തത്. ഇന്ന് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ യുദ്ധം ചെയ്യുന്ന അമേരിക്ക ചരിത്രത്തിൽ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പാകിസ്ഥാൻ്റെ ആണവ ബോംബിന് വളം വെച്ചു കൊടുത്തു എന്നത് വലിയൊരു വൈരുദ്ധ്യമാണ്. ആഗോള ആണവ നയങ്ങൾ എന്നത് പലപ്പോഴും തത്വങ്ങളെക്കാൾ ഉപരിയായി രാജ്യങ്ങളുടെ താൽക്കാലിക ലാഭനഷ്ടങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്ന് പാകിസ്ഥാൻ്റെ ഈ കറുത്ത ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.